ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിലെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ. ഹരീഷ് വരുമ്പോൾ ഇതൊന്നും ആരും പറയരുതെന്നാണ് എല്ലാവരുടെയും കട്ടായം വെച്ചിരിക്കുന്നത്. ഇനി അവൻ അവിടെ ചെന്ന് കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഹരീഷ് വന്ന പാടെ തന്നെ സുമേഷിൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയിട്ടോ. സുമേഷ് എടാ എന്താ, വാ നീ താമസിച്ചെന്താ, വാ കഴിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഹരീഷിനൊരു സംശയം. പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു മിണ്ടാതിരിക്കുക, ഇങ്ങനെയൊക്കെ അഭിനയിച്ചാൽ അവൻ എന്തെങ്കിലും സംശയം വരില്ലേ എന്ന് സുധീഷ് പറയുക കേട്ടോ. അല്ലെങ്കിൽ തന്നെ സുമേഷ് ഏട്ടാ, കുറേ കാലം കൂടി വീട്ടിൽ വരുന്ന ഒരാളിനോട് സംസാരിക്കും പോലെയാണോ എന്നും വരുന്നവനോട് കയറി സംസാരിക്കുന്നത്? അപ്പോൾ തന്നെ നിധിക്ക് നല്ല ചിരി വരിക. കാരണം സുധീഷ് എന്നെ ഇതിപ്പോൾ കുളമാക്കും എന്നുള്ളത് നിധിക്ക് നന്നായിട്ട് മനസ്സിലായി. സെക്കൻഡ് കഴിഞ്ഞില്ല, സുധീഷോട് എടാ വാടാ ഇരിക്കടാ, നിൻ്റെ ഇന്നത്തെ പണിയൊക്കെ എങ്ങനെയുണ്ട്, വണ്ടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു എന്നൊക്കെ പതിവില്ലാത്തൊരു ചോദ്യം സുധീഷിൻ്റെ. അപ്പോൾ തന്നെ ഹരീഷിന് കാര്യം മനസ്സിലായി. എന്താണ് എല്ലാവരും കൂടെ എന്നെ കളിയാക്കുക? എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നുമില്ലടാ, ഒരു കാര്യവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പുറത്ത് നിൽക്കുന്ന അച്ഛൻ ഇങ്ങോട്ട് കയറി വരിക കേട്ടോ. എടാ ഇവന്മാരെല്ലാം കള്ളം പറയാ, സത്യം പറയടാ, ഇവിടെ എന്താ നടന്നത്? നിങ്ങളെന്താ എന്നെ ഒളിക്കുന്നത്? കാര്യം പറ എന്ന് ഹരീഷിന് അങ്ങോട്ട് ദേഷ്യം വരാൻ തുടങ്ങി. ഒരു ചൂടനാണല്ലോ ഹരീഷ്. അപ്പോൾ ഇവരാരും പറയുന്നില്ല. ആ സമയത്ത് അച്ഛൻ തന്നെ അങ്ങ് പറയാ, എടാ നീ പ്രേമിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവളുടെ സഹോദരൻ ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആര്? നീതുവിൻ്റെ സഹോദരൻ അഖിലോ? അതെ, അവൻ ഇവിടെ വന്ന് എന്തൊക്കെ പണി ഒപ്പിച്ച് വെച്ചെന്നറിയോ? അച്ഛൻ്റെ പ്രായമുള്ള എന്നെ വായി തോന്നുന്ന അനാവശ്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. ഈ വീടിനെ കുറിച്ച് പറഞ്ഞു, വീട്ടിലുള്ളവരെ കുറിച്ച് പറഞ്ഞു, ഇവിടുത്തെ വീടത്ര പോരാന്നും നല്ലതല്ലാന്നും. ഇവൻ ആരടാ അതൊക്കെ പറയാനിട്ട്? ഇവൻ്റെ അപ്പൂപ്പനെ ഞാൻ പണ്ട് ലോറി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ക്ലീനിങ്ങിന് നിന്നതാ. ഇവൻ്റെ അച്ഛനുണ്ടല്ലോ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ, അയാളാണെങ്കിൽ എന്തോരം പ്രാവശ്യം എന്നോട് വന്ന് കെഞ്ചി ചോദിച്ചിട്ടുണ്ടെന്നറിയോ, എനിക്കൊന്ന് തുടയ്ക്കാൻ തരുമോ, ഞാനൊന്ന് തൊട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവൻ്റെ മോനാ ഇപ്പം വന്ന് എന്നെ വായി തോന്നുന്ന തെറിയും അതും ഇതും വിളിച്ച് പറഞ്ഞിട്ട് പോയത്. ഇതിനെല്ലാം കാരണക്കാരൻ നീ ഒറ്റൊരുത്തനല്ലടാ. എടാ പ്രേമിച്ച് പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാനുള്ള അന്തസ്സ് കാണിക്കണം. അല്ലാതെ ഇങ്ങനെയൊക്കെ ഒളിച്ചൊളിച്ച് പ്രേമിച്ചെന്ന് നടന്നിട്ട് വല്ലവൻ്റെ വായിക്കണം കേൾപ്പിക്കാനൊന്നും നീയൊക്കെ ഇടവരുത്തത്. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ നല്ലൊരു പേരുദോഷമുണ്ട്. ഈ വീടത്ര പോരാന്നവന് എന്തൊക്കെയാണ് ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോയെന്നറിയോ? അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ബാക്കിയുള്ളവരെല്ലാവരും പറയാട്ടോ. എന്തിനാടാ മിണ്ടാതിരിക്കുന്നത്? അവനല്ലേ കാരണക്കാരൻ, അപ്പോൾ അവനല്ലേ ഇതെല്ലാം അറിയേണ്ടത്? തുറന്നു പറയണം എല്ലാ കാര്യങ്ങളും. അത് ശരി, അവൻ ആരാണ് ഇവിടെ വന്ന് ഈ വീടിനെക്കുറിച്ചും നമ്മളെക്കുറിച്ചൊക്കെ മോശമായിട്ട് പറയാൻ? അവൻ ആരാ ഇവിടെ കയറി വന്ന് ലൈസൻസ് കൊടുത്തത്? ഇത് ചോദിച്ചിട്ട് എന്നെ ബാക്കി കാര്യമൊന്നും പറഞ്ഞ് ഹരീഷ് ചാടി പുറപ്പെടുക കേട്ടോ. അങ്ങനെ സുമേഷും സുധീഷും എല്ലാവരും കൂടി തടയാണ്ട് ഈ രാത്രിയൊന്നും പോവരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇത്രയും പ്രശ്നം അവൻ ഇവിടെ വന്ന് കയറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മിണ്ടാതിരുന്നല്ലേ? അപ്പോൾ അച്ഛൻ വീണ്ടും പറഞ്ഞു കൊടുക്കുക, എടാ ഇവന്മാരിടപെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയും ആയി. അവസാനം വലിയൊരു വഴക്കിൽ അവസാനിച്ചാണ് ഇവിടുന്ന് പോയത്. അത് ശരി, അതുവരെ ഉണ്ടായിട്ടാണോ ഇവിടെ ഒരു കാര്യമില്ല നിങ്ങൾ പറഞ്ഞതല്ലേ? കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനെന്ന് പറഞ്ഞ് ചാടി പുറപ്പെടുക. അവസാനം നിധി തന്നെ ഇടപെട്ടിട്ട് പറയുന്നുണ്ട്, ഹരീഷേ ഒന്ന് അടങ്ങി നിൽക്കുക, ഈ രാത്രി അവിടെയൊന്നും പോയി സംസാരിക്കാൻ നിൽക്കരുത്. അപ്പോൾ സുമേഷും പറയുന്നുണ്ട്, രാത്രി സമയത്ത് അവന് അവിടെ ചെന്ന് കിടന്ന് നീ ബഹളം ഉണ്ടാക്കിയില്ലേ, കേസ് മാറി വരും, പ്രശ്നങ്ങളാവും. അതുകൊണ്ട് നീ ഇപ്പോഴും പോണ്ട, സമാധാനമായിട്ടിരിക്കുക. നിനക്കൊരു അവസരം വരും, അന്നേരം നമുക്ക് ചോദിക്കാം. അങ്ങനെ പിടിച്ച് നിർത്താട്ടോ. അങ്ങനെ ഹരീഷ് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അച്ഛൻ എല്ലാവരും കൂടെ കുറേ വഴക്ക് വെച്ച് കൊടുക്കുക. നിങ്ങളാണ് ഇതിൻ്റെ ലാണിക്കല്ല്, എന്തിനാണ് അവനെ പറഞ്ഞ് കുത്തി ഇളക്കി വിട്ടത്? ഇനിയിപ്പോൾ അവൻ എന്തൊക്കെ പണി ഉണ്ടാക്കും? എടാ നീയൊക്കെ ഇങ്ങനെ പേടിത്തൂറികളായിട്ട് ഇവിടെ ഇരുന്നോ? പാവം ആ ഹരീഷ്, അവന് ഇഷ്ടപ്പെട്ട അവളാണെങ്കിൽ അവനെ വിളിച്ചുകൊണ്ട് വരട്ടെ, അല്ലാതെ ഇതൊക്കെ ഒളിച്ചു വെച്ചിട്ടല്ല കാര്യം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ പോയി ഇരിക്കുക കേട്ടോ. നിധിയും ഇതെല്ലാം കണ്ട് അങ്ങനെ മിണ്ടാതകത്ത് പോകുന്നുണ്ട്. എല്ലാം ഒപ്പിച്ച് വെച്ചത് സുധീഷാണ്. സുധീഷിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് മനസ്സിലായി. സുധീഷ് ആകെ ചമ്മി നാറി അവിടെ വീണ്ടും അബദ്ധത്തിൽപ്പെട്ടിരിക്കാൻ കേട്ടോ. അങ്ങനെ അന്ന് രാത്രി ഹരീഷ് മാറിയിരുന്നിട്ട് ഫോണെടുത്ത് നീതുവിനെ വിളിച്ച് കുറേ വഴക്കൊടുക്കുന്നുണ്ട്. എന്ത് ഭാവിച്ചാടി നീ, നിൻ്റെ ഏട്ടൻ ഇവിടെ വന്ന് കിടന്ന് എന്തെല്ലാം ആടിത്തുമിച്ചു നിനക്കറിയോ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ തമ്മിൽ ഇഷ്ടമൊന്നും വേണ്ട, നീ എന്നെ വിട്ടിട്ട് പോകുന്നു പലതവണ പറഞ്ഞത്. എന്നിട്ട് നീ കേട്ടോ? എന്നിട്ടിപ്പോൾ എന്തായി? എൻ്റെ വീട്ടുകാരെന്തിനാടി ഇതൊക്കെ സഹിക്കുന്നത്? പറ. അയ്യോ എൻ്റെ ഹരീഷേ, നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഞാൻ നിൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നത്. നീ ദേവി ഇതെന്നോട് ദേഷ്യപ്പെടരുത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അവരെന്ത് വേണോ പറഞ്ഞോട്ടെ, അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും ഞാൻ അത്രയ്ക്കൊന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും നീ ഒന്ന് ക്ഷമിക്കുക, എന്നോടൊന്ന് ദേഷ്യപ്പെടാതെ എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം സമാധാനിപ്പിക്കേണ്ടത്. ഹരീഷ് വിട്ടു കൊടുക്കണില്ല. കുറേ വഴക്ക് നീതുവിനും കൊടുക്കാട്ടോ. അവനെ എൻ്റെ കഴി കിട്ടിയ ഞാൻ കൊടുക്കും എന്നൊക്കെ പറയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കിനും എല്ലാവരും ഉറക്കം എണീയുന്ന സമയത്ത് സുധീഷിനെ ഹരീഷിനെ അവിടെ കാണാനില്ല. ബാക്കി എല്ലാവരും അവിടെ എല്ലായിടത്തും നോക്കിയെങ്കിലും കാണുന്നില്ലട്ടോ. നിധിയെ വിളിച്ച് ചോദിക്കുകയും ചെയ്യുക. രണ്ടുപേരും ഒരുമിച്ചാണ് പോയെന്നറിയണ സമയം മുതൽ നമ്മുടെ സുമേഷിന് അവിടെ ഇരിക്കപ്പുറതിയില്ല.
നിധി ചോദിക്കുന്നുണ്ട്, എന്തിനാ സുമേഷ് ഏട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കണം? അവർ കൊച്ചു കുട്ടികളല്ലല്ലോ, വലുതായില്ലേ, പിന്നെ എന്തിനാ പേടിക്കണേ? മോളെ, കുട്ടികളാണെങ്കിൽ അവർ പോയി തല്ലിയിട്ടൊക്കെ വരട്ടെ എന്ന് വിചാരിക്കാം. ഇതങ്ങനെയല്ല, ഇവന്മാർ ഒത്തുകൂടിയാലേ ഭയങ്കര പ്രശ്നമാണ്, മോക്ക് അറിയാഞ്ഞിട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും നിധിയുടെ വീട്ടിലേക്ക് ചെല്ലാട്ടോ. തലേദിവസം രാത്രി നിധിക്ക് അമ്മ 2 കൊടുക്കണമുണ്ട്. നീതുവിന് നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നീതു ആണ് കേട്ടോ ഹരീഷിൻ്റെ ലവറിൻ്റെ പേര്. അപ്പം കുറേ വഴക്ക് കൊടുക്കുകയാണ് അവനോട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നല്ല വഴക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നീതുവിന്. അപ്പം നീതു പറയാം, നിങ്ങൾ എന്നെ തല്ലിയിട്ടൊന്നും യാതൊരു കാര്യമില്ല, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്, ഞാൻ ഹരീഷിനോട് തന്നെ വേണമെങ്കിൽ ഇറങ്ങി പോവുകയും ചെയ്യും എന്ന് പറയാം. ഇനി മേലിൽ നിങ്ങളുടെ മോൻ അങ്ങോട്ട് ചെന്ന് പ്രശ്നങ്ങളുണ്ടാക്കുകയോ ചെയ്താലേ എൻ്റെ സ്വഭാവം മാറുന്നു അമ്മയത്ത് തലേദിവസം രാത്രി പറയാം കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാവിലെ തന്നെ നമ്മുടെ ഹരീഷും സുധീഷും കൂടെ നേരെ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീതുവിൻ്റെ അച്ഛനോട് ചെന്ന് ചോദിക്കും, നിങ്ങൾ ആരൊക്കെയാണ്, എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്, എന്താണ് നിനക്കൊക്കെ കാര്യം? ഒറ്റ അക്ഷരം മിണ്ടാതെ നേരെ അകത്ത് കയറി പോവാ കേട്ടോ. നേരെ ഹാളിലേക്ക് കയറി വരുക. ഒന്നും പറയാതെ വീട്ടിനകത്ത് എന്തിനാടാ നീയൊക്കെ കയറി വരുന്നത്, നീയൊക്കെ ആരാടാ എന്നൊക്കെ ചോദിക്കുക. ഇന്നലെ ഞങ്ങളുടെ വീട്ടിലൊരുത്തൻ അങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും ഇതുപോലെ എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും മിണ്ടിയില്ല. അത് ശരി, അത് അവൻ അന്വേഷിച്ച് വന്നവൻ അവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ അവൻ കയറി വന്നത്? അങ്ങനെയാണോ? അപ്പോൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ നീതുവും അമ്മയും കൂടെ ഇറങ്ങി വരുക കേട്ടോ. നീതുവിന് ഇവരെയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. നീതുവിനാണെങ്കിൽ ചമ്മി ചിരിയും വന്നിട്ട് വയ്യ. അപ്പോൾ അമ്മയാണെങ്കിൽ നീ എന്തിനാണ് ഇവിടെ നിന്ന് വിളിക്കുന്നത്, കയറി പൊടിയെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുക കേട്ടോ. ആ സമയത്ത് അഖിൽ വരുന്നുണ്ട്. ഇവന്മാരെന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്, നീയൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിന്നെ കാണാൻ തന്നെടാ, എന്താടാ കുഴപ്പം, പറ. ചോദിക്കാതെയും പറയാതെയും വീട്ടിനകത്ത് കയറാൻ ആരാടാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ തുടങ്ങിട്ടോ. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ വന്ന് പിടിച്ച് മാറ്റുകയാണ്. എന്നിട്ട് പറയാം, എടാ ചെറുക്കാ, ഞങ്ങളുടെ ദേഹത്ത് തൊടാനുള്ള അധികാരം നിനക്കില്ല, തൊട്ട് പോകരുത് അവനെ. ഞങ്ങളിവിടെ വന്ന് എന്തിനാണെന്ന് നിനക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ വന്നത് ഈ വീടൊക്കെ ഒന്ന് കാണാൻ കേട്ടോ. കാരണം നീ വീട്ടിൽ വന്ന് ഞങ്ങളവിടെ വന്നിട്ട് പറയാമല്ലോ, ഇടിഞ്ഞു പൊളിയാറായ വീടിനെ കണ്ട് നീ അഭിപ്രായം പറഞ്ഞില്ലേ, അപ്പോൾ നിനക്കുള്ളത് എത്ര നല്ല വീടാണ് ഞങ്ങൾ നോക്കട്ടെ, അതിന് വേണ്ടി വീടൊന്ന് കാണാൻ വന്നതാണെന്നൊക്കെ പറയാൻ കളിയാക്കണം. അപ്പോഴാണെങ്കിൽ നീതുവിനാണെങ്കിൽ ചിരി പൊട്ടിയിട്ട് വയ്യ കേട്ടോ. അമ്മ വീണ്ടും വഴക്കൂറ് നീതുവിനെ ഓടിച്ച് വിടാൻ കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്